ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 20,000 രൂപ ഒരു ലോൺ ആപ്ലിക്കേഷനകത്ത് വെറും ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് തവണ 4,000, 8,000 ഒക്കെ വെച്ച് ഈ ആപ്ലിക്കേഷൻ്റെ അന്ന് ലോൺ എടുത്തിട്ടുള്ള ഒരാളാണ്. സോ ഈ ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് പേമി എന്നാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. റീസെൻ്റ് ഞാനൊരു വീഡിയോ അതിനകത്ത് കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, 8,000 സംതിങ് എങ്ങാണ്ട് കിട്ടിയതായിട്ട്. അതിനുശേഷം ഇപ്പോൾ എനിക്ക് വീണ്ടും അതിനകത്ത് ഒരു ഓഫർ വന്നു എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് വന്നു. 20,000 രൂപയാണ് എനിക്ക് അതിനകത്ത് ഓഫർ വന്നിട്ടുള്ളത്. അതും വെറും ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. വേറൊരു ഇൻകം പ്രൂഫ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് അപ്രൂവൽ ആകും. ഇൻകം പ്രൂഫ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ 20,000, 30,000 വരെയുള്ള എമൗണ്ട് ഒക്കെ സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ എങ്ങനെ ഇതിൻ്റെ അകത്ത് ലോൺ എടുക്കണം എന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ കാണിച്ചിരുന്നില്ല, കാരണം അത് പണ്ടത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഇതിൽ അപ്രൂവ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പേമി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, എത്ര എമൗണ്ട് കിട്ടും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് മാക്സിമം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10 lakh വരെയാണ്. 10 lakh വരെയുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷേ അത് നമുക്കൊരു സാലറിഡ് എംപ്ലോയീസിന് വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ് വെച്ചേ കിട്ടത്തുള്ളൂ. അതല്ല നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഇതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് സാധിക്കും. ടെന്യൂർ നമുക്ക് മാക്സിമം 24 മാസം വരെയൊക്കെ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആണെങ്കിലും നമുക്കൊരു 1 to 3% ഇടയിൽ നോർമൽ ലോൺ ആപ്ലിക്കേഷനിൽ വരുന്ന പോലെ തന്നെയുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ NBFC എന്ന് പറയുന്നത് മമത പ്രൊജക്ട്സ്, പേമി, ട്രാൻസ്ട്രീ ടെക്നോളജി, NDX, P2P ഒക്കെയാണ് ഇതിൻ്റെ NBFCകളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ കസ്റ്റമർ കെയറിൽ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ കോൺടാക്ട് സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ട് ഇപ്പോൾ ഏറെക്കുറെ ഒരു 9 വർഷത്തോളം ആയിട്ടുണ്ട്, 8-9 വർഷമായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ ലോൺ ഓഫർ വന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ 20,000 രൂപ ഇതുപോലെ ഓഫർ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. അവിടെ താഴെ ഗെറ്റ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. താഴെയായിട്ട് നമുക്ക് അപ് ടു 2 lakh എന്ന് പറഞ്ഞ് കാണാം. അത് സാലറിഡ് എംപ്ലോയീസിൻ്റെ ലോണാണ്, അത് നമുക്ക് കിട്ടത്തില്ല. താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ 99 രൂപ പേ ചെയ്യാനായിട്ട് പറയും. അത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയതുകൊണ്ട് കാണിക്കുന്നതാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങളത് പേ ചെയ്യാനായിട്ട് നിൽക്കണ്ട. എന്തായാലും നമുക്ക് ലോണിൻ്റെ ഓഫറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് 10,000 തൊട്ട് 20,000 വരെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ താഴെ 1000 എടുക്കുമ്പോൾ എത്ര റീപേ ചെയ്യണം, എത്ര ഇൻട്രസ്റ്റ് വരും, പ്രോസസ്സിംഗ് ഫീസ്, GST, ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട്, റീപേ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ നോക്കി വായിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീപേ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് റീപേയ്മെൻറ്റ് പറ്റും, അല്ലെങ്കിൽ എമൗണ്ട് ഉണ്ടാവും എന്നൊക്കെ നോക്കുക. നമുക്ക് ചെറിയൊരു കാലയളവ് മാത്രമേ കിട്ടത്തുള്ളൂ. 1 month 2 month മാക്സിമം കിട്ടത്തുള്ളൂ. 1 month ആയിരിക്കും നോർമലി എല്ലാവർക്കും കിട്ടുന്നത്. അത്രയും ഗ്യാപ്പിൽ നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ എനിക്ക് 10,000 എടുത്തപ്പോൾ പോലും 1 മാസത്തെ ടൈം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 2 മാസം ടൈമൊന്നുമില്ല. സോ 10,000 1 മാസം കൊണ്ട് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം താഴെ റീസൺ ചോദിക്കുന്നുണ്ട്. റീസൺ സെലക്ട് ചെയ്യുക. റീസൺ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പാൻ കാർഡ് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുത്തൊരു സെൽഫി ആഡ് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സെൽഫി ആഡ് ചെയ്യുക. സെൽഫി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് ഒരു OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ട് ഫണ്ട് അക്കൗണ്ടിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കൺഗ്രാജുലേഷൻ, യുവർ ആപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റഡ്, യുവർ ഡിസ്ബേഴ്സൽ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കും. സ്റ്റേറ്റസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഒരു 48 മണിക്കൂറിനുള്ളിലാണ് നമ്മുടെ അക്കൗണ്ടിട്ട് ഫണ്ട് ക്രെഡിറ്റ് ആകത്തുള്ളൂ. ഇനി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ടൈം കഴിഞ്ഞിട്ടും അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഞാൻ 1000, 8,000, 4,000 ഒക്കെ വെച്ച് ലോൺ എടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് തവണ ലോൺ എടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ 48 മണിക്കൂറിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആപ്ലിക്കേഷൻ്റെ അകത്ത് റീപേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അവിടെ റീപേ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. താഴെ ഡ്യൂ ഡേറ്റ് കാണാം. ജസ്റ്റ് ആ റീപേ നൗ ക്ലിക്ക് ചെയ്യുക. Paytm, Google Pay എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. UPI കൊടുക്കുക. അപ്പോൾ ഒരു റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേ നൗ ക്ലിക്ക് ചെയ്തുകൊണ്ട് UPI കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. ശേഷം ആപ്ലിക്കേഷനിൽ വീണ്ടും ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് വീണ്ടും ലോൺ വേണമെങ്കിൽ ഇതുപോലെ വീണ്ടും ലോൺ എടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഇങ്ങനെ ലോൺ കിട്ടണമെന്നൊന്നുമില്ല, ചിലപ്പോൾ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പേമി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കുന്നത്. വിത്തൗട്ട് ഇൻകം പ്രൂഫാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.